ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് പോർട്ട്ഫോളിയോ അനാലിസിസ് വിത്ത് സിംഗിൾ ഇൻഡെക്സ് മോഡൽ. ഓക്കെ, എന്താണ് അപ്പോൾ സിംഗിൾ ഇൻഡെക്സ് മോഡൽ, എന്താണ് അതിൻ്റെ പ്രത്യേകത? ഓക്കെ, നമ്മൾ നേരത്തെ പോർട്ട്ഫോളിയോ അനാലിസിസുമായി ബന്ധപ്പെട്ട് മാർക്കോവിറ്റ്സിൻ്റെ മോഡൽ നോക്കുന്നുണ്ടായി അല്ലേ. മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്താണ്, അതനുസരിച്ചുള്ള മോഡൽ എന്താണ് അല്ലേ, അതിൽ ഡൈവേഴ്സിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് അല്ലേ, അതുപോലെ തന്നെ അതിൻ്റെ പോർട്ട്ഫോളിയോ വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റിസ്ക് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്നു, കോവേരിയൻസ് അല്ലേ, വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് നമ്മൾ അതിനെക്കുറിച്ച് നോക്കി. ക്ലിയർ. ഇങ്ങനെ പല രീതിയിലുള്ള ക്ലിയർ കാൽക്കുലേഷനെ കുറിച്ചും പോർട്ട്ഫോളിയോ കാൽക്കുലേഷനെ കുറിച്ചും എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്താണ് അല്ലേ, എഫിഷ്യൻറ്റ് ഫ്രണ്ടിയർ എന്താണ്, ഓക്കെ, എങ്ങനെയാണ് നമ്മളൊരു ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ട. ക്ലിയർ. ദെൻ നമ്മൾ അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നോക്കുന്നത് മറ്റൊരു മോഡലാണ്, ദാറ്റ് ഈസ് കോൾഡ് സിംഗിൾ ഇൻഡെക്സ് മോഡൽ. ഇൻഡെക്സ് മോഡൽ എന്നാണ് അതിന് പറയുക. അത് സിംഗിൾ ഇൻഡെക്സ് ഉണ്ട്, മൾട്ടി ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ സിംഗിൾ ഇൻഡെക്സ് മോഡൽ, ആരാണത് ഡെവലപ്പ് ചെയ്തത്? മാർക്കോവിറ്റ്സിൻ്റെ മോഡലിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ, ഇൻ്ററാക്റ്റീവ് റിസ്ക് കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ക്ലിയർ. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോയിൽ 3, 4, 5 സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ, ഓരോ സെക്യൂരിറ്റീസും മറ്റ് സെക്യൂരിറ്റീസുമായിട്ട് എന്ത് ചെയ്യുന്നു, എങ്ങനെ ഇൻ്ററാക്ട് ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ കോറിലേഷൻ, അതുപോലെ വേരിയൻസ് അല്ലേ, ഇതിനെ നമ്മൾ കോവേരിയൻസ് പറയും. അപ്പോൾ ഈ കോവേരിയൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും പോർട്ട്ഫോളിയോയിൽ എണ്ണം കൂടുന്തോറും അല്ലേ, സെക്യൂരിറ്റീസിൻ്റെ എണ്ണം കൂടുന്തോറും കാൽക്കുലേഷൻ വളരെ വളരെ കൂടുതലായിട്ട് വരും. എന്താ കാരണം? അപ്പോൾ അത്രയും ഇൻ്ററാക്ഷൻസ് വരും അല്ലേ. അപ്പോൾ ആ ഇൻ്ററാക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? സോ വി നീഡ് ടു കാൽക്കുലേറ്റ് ഇറ്റ് ഫർദർ. ക്ലിയർ. അപ്പോൾ കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു. സേ ഫോർ എക്സാമ്പിൾ അല്ലേ, നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ഇതനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അല്ലേ, ഒരു ഒബ്സർവേഷൻ 3 സെക്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ക്ലിയർ. എയും ബിയും സിയും. ക്ലിയർ. അപ്പോൾ 2ൽ കൂടുതൽ അല്ലെങ്കിൽ 3 സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്ററാക്ഷൻ വരാനുള്ള സാധ്യത എത്ര? 3 അല്ലെങ്കിൽ 3 raised to അല്ലേ, 3 into 3 അല്ലെങ്കിൽ ആ രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡബിൾ ആയിട്ടാണ് വരിക. ഓക്കെ, ഇപ്പോൾ ഡബിൾ ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? 9, 3 into 3 ദാറ്റ് ഈസ് 9 ഒബ്സർവേഷൻസ് നമുക്ക് കിട്ടും, 9 ഇൻ്ററാക്ഷൻസ് കിട്ടും. ഇത്രയും ഇൻ്ററാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് വേരിയൻസും കോവേരിയൻസും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് വരാൻ പറ്റും, അല്ലെങ്കിൽ വേരിയൻസിലേക്ക് വരാൻ പറ്റും. പക്ഷേ ഇത് എളുപ്പമാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ. സോ ഓരോ സെക്യൂരിറ്റീസിനെയും പരസ്പരം ക്ലബ് ചെയ്ത് ഈ വേരിയൻസ് കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായുള്ള ഒരു കാര്യമായിട്ട് മാറുന്നു. അങ്ങനെ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ക്ലിയർ വില്യം ഷാർപ്പെ കൊണ്ടുവന്നിട്ടുള്ളൊരു മോഡലാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്, ഇൻഡെക്സ് മോഡൽ എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ സാധാരണ ഇതിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒബ്സർവേഷൻസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേരിയൻസിൻ്റെ കാൽക്കുലേഷൻ കുറച്ചുകൊണ്ട് ക്ലിയർ നമ്മൾ ബാക്കിയുള്ള ക്ലിയർ വേറെ ചില ഒരു ഫോർമുലേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, എളുപ്പത്തിൽ പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു, റിട്ടേൺ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, സോ മാർക്കോവിറ്റ്സിൻ്റെ മോഡൽ അനുസരിച്ച് അല്ലേ, മോഡേൺ പോർട്ട്ഫോളിയോ തിയറി അനുസരിച്ച് നമുക്ക് ഇൻ്ററാക്റ്റീവ് റിസ്ക് അല്ലെങ്കിൽ കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്ന സാധാരണ എന്താ, n ഇൻറ്റു ക്ലിയർ n-1 ഡിവൈഡഡ് ബൈ 2 ഇത്രയും ഒബ്സർവേഷൻസ് വരും. ക്ലിയർ. അപ്പോൾ ഏകദേശം 10 15 സെക്യൂരിറ്റീസ് ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ ആയിരക്കണക്കിന് കോമ്പിനേഷൻസ് അതിൽ വരും. ഓക്കെ, ഇത്രയും കോമ്പിനേഷൻസിനെ അല്ലെങ്കിൽ ഇൻ്ററാക്റ്റീവ് റിസ്കിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസ് ഒക്കെ മെഷർ ചെയ്യാം. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ലിമിറ്റേഷൻ, മാർക്കോവിറ്റ്സിൻ്റെ മോഡലുള്ള ലിമിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ ഇൻഡെക്സ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന സിംഗിൾ ഇൻഡെക്സ് മോഡൽ, ഓക്കെ, അതിന് നമ്മൾ സിംഗിൾ ഫാക്ടർ മോഡൽ എന്നാണ് പറയുക. അപ്പോൾ വില്യം എഫ് ഷാർപ്പെ 1963 അദ്ദേഹമാണ് എന്ത് ചെയ്തിരിക്കണം, ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഷാർപ്പയുടെ പേര് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. എവിടെയാണ് കേട്ടത്? CAPM ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡൽ. ക്ലിയർ. അപ്പോൾ അത്തരത്തിലുള്ളൊരു മോഡലിനെ ആശ്രയിച്ചിട്ടാണ് അല്ലേ, എവിടെയും അതിൻ്റെ ചില കോൺസെപ്റ്റ് ഒക്കെ വരും. ഓക്കെ, സോ ഇൻ 1963 വില്യം ഷാർപ്പെ ഹാസ് developed a model called single index model, clear, for portfolio analysis.
ഫോർ കാൽക്കുലേറ്റിംഗ് പോർട്ട്ഫോളിയോ റിട്ടേൺ ആൻഡ് പോർട്ട്ഫോളിയോ റിസ്ക്. ഓക്കെ, അപ്പോൾ അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വരുന്നത്? ഒരു സിംഗിൾ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് സിംഗിൾ ഫാക്ടർ മോഡൽ. എന്താണ് ഇവിടുത്തെ സിംഗിൾ ഫാക്ടർ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്. ക്ലിയർ? സോ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്? മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. എക്കണോമിക് ഫാക്ടേഴ്സ്. ക്ലിയർ? എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. മാക്രോ എക്കണോമിക്സ് നമുക്കറിയാം അല്ലേ? മൈക്രോ എക്കണോമിക്സ് എന്താണ്, മാക്രോ എക്കണോമിക്സ് എന്നൊക്കെ നമുക്കറിയാം അല്ലേ? മൈക്രോ എക്കണോമിക്സ് റിലേറ്റഡ് ടു എ ഫേം ആണ്. മാക്രോ എക്കണോമിക്സ് എന്താ? റിലേറ്റഡ് ടു എക്കണോമിയാണ്. അപ്പോൾ എക്കണോമി ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ക്ലിയർ? എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഓക്കെ, പ്രൊഡക്ടിവിറ്റി, പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ്, ക്ലിയർ? ഇൻഫ്ലേഷൻ, ഇതെല്ലാം എന്താണ്? മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സാണ്. ക്ലിയർ? ഇങ്ങനെയുള്ള മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്, ഓക്കെ, ഈ എക്കണോമിക് ഫാക്ടേഴ്സിന് ഓക്കെ അദ്ദേഹം എന്ത് ചെയ്തു? ഇതെല്ലാം ഈ ഇത്തരത്തിലുള്ള എല്ലാ ഫാക്ടേഴ്സും എന്തിനെ സ്വാധീനിക്കും? സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സിനെ സ്വാധീനിക്കും. അങ്ങനെയാണെങ്കിൽ ഈ എക്കണോമിക് ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ അല്ലേ, അത് സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിനെ നമുക്ക് വാല്യൂ ചെയ്യാനും അല്ലേ, അതിൻ്റെ റിസ്ക് റിട്ടേൺ ഒക്കെ മെഷർ ചെയ്യാനും നമുക്ക് സാധിക്കും. ക്ലിയർ? അപ്പം ഇതിൻ്റെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ക്ലിയർ? പക്ഷേ ഈ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് നമുക്ക് എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും? അപ്പോൾ വില്യം ഷാർപ്പ് അതിനു വേണ്ടി ഉപയോഗിച്ചത്, നമുക്കറിയാം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ അല്ലേ, ഏത് മാക്രോ എക്കണോമിക് ഇൻഫർമേഷനും റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. ഇൻഫ്ലേഷൻ കൂടുകയോ കുറയുകയോ എന്നാൽ ഷെയറിൻ്റെ പ്രൈസിൽ വ്യത്യാസം വരും. ക്ലിയർ? ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഷെയറിൻ്റെ പ്രൈസിൽ വ്യത്യാസം വരും. ഓക്കെ, അതുപോലെ തന്നെ പ്രൈസ് ലെവൽ ചേഞ്ചസ് വരുന്ന സമയത്ത്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് മാറുന്ന സമയത്ത്, ഇമ്പോർട്ട് എക്സ്പോർട്ട്സ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ, ബാലൻസ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ, നെഗറ്റീവായിട്ട് മാറുകയോ പോസിറ്റീവായിട്ട് മാറുകയോ ചെയ്യുമ്പോൾ, ഇങ്ങനെ എല്ലാ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സും എവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്? സ്റ്റോക്ക് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ വരാവുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് അല്ലേ, ഒരു സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? സ്റ്റോക്ക് ഇൻഡെക്സ് ആണ് അല്ലേ. സെക്യൂരിറ്റീസ് ഇൻഡിസസ് ആണ്, സ്റ്റോക്ക് ഇൻഡെക്സുകളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഇൻഡെക്സ് ക്ലിയർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ, ആ സ്റ്റാൻഡേർഡ് ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ വരുന്ന ചേഞ്ചസിനെ മനസ്സിലാക്കിയിട്ട് മാക്രോ എക്കണോമിക് ചേഞ്ചസിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അത് വില്യം ഷാർപ്പ് എന്ത് ചെയ്തു? ഹി യൂസ്ഡ് ക്ലിയർ വൺ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. ക്ലിയർ? അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഡെക്സിനെ ഉപയോഗിച്ചുകൊണ്ട് ക്ലിയർ, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അമേരിക്കയിലുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട് ക്ലിയർ പോർട്ട്ഫോളിയോ നമുക്ക് എങ്ങനെ കാണാം? ഈ ഇൻഡെക്സിൻ്റെ ഒരു പ്രത്യേകത എന്താ? സോ ചേഞ്ചസ് ഇൻ ഇൻഡെക്സ് ഹാപ്പൻസ് ക്ലിയർ ആസ് എ റിസൾട്ട് ഓഫ് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ചേഞ്ചസ്. ക്ലിയർ? സോ ആസ് macroeconomic factors changes, then the index will also change. Here index will get reflected according to the macroeconomic factor changes. Clear? അപ്പോൾ അതുകൊണ്ട് ഇൻഡെക്സിനെ എന്ത് ചെയ്തൂടെ? ഇൻബിൽറ്റ് ചെയ്തു. ക്ലിയർ? അതിനെ നമ്മൾ പോർട്ട്ഫോളിയോൻ്റെ കാൽക്കുലേഷൻ, റിസ്ക് റിട്ടേൺ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെ മാർക്കറ്റ് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഇൻഡെക്സ് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു മോഡൽ ആയതുകൊണ്ട്, ഏതോ ഒരു സിംഗിൾ ഇൻഡെക്സ് മാർക്കറ്റ് ഇൻഡെക്സ് മാത്രം എടുത്തുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് എന്ത് പേര് പറയുന്നത്? സിംഗിൾ ഇൻഡെക്സ് മോഡൽ. ക്ലിയർ? ഇവിടെ ഒരു ഫാക്ടർ മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലേ, മാക്രോ എക്കണോമിക് ഫാക്ടർ മാത്രം എടുക്കുന്നു. അതുകൊണ്ട് ഇതിനെന്ത് പറയുന്നു? സിംഗിൾ ഫാക്ടർ. ക്ലിയർ? സിംഗിൾ ഫാക്ടർ മോഡൽ. അപ്പോൾ സിംഗിൾ ഫാക്ടർ മോഡലാണ് ഇവിടെ വില്യം ഷാർപ്പ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചതുകൊണ്ട് അത് ഈ സിംഗിൾ ഫാക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അതിൽ ഇൻഡെക്സ് ആണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്, സ്റ്റോക്ക് ഇൻഡെക്സ് ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. സേ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലാണ് നമുക്ക് BSE അല്ലേ, സെൻസെക്സ് അല്ലേ, സെൻസിറ്റീവ് ഇൻഡെക്സ്. സോ ഇറ്റ് ഈസ് എ ലീഡിങ് ഇൻഡെക്സ്, ബെഞ്ച് മാർക്ക് ഇൻഡെക്സ്. അതുപോലെ ക്ലിയർ? അതുപോലെ തന്നെ NSEയിലാണെങ്കിൽ നമുക്കറിയാം നിഫ്റ്റി അല്ലേ. ഇതുപോലെ US-ലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇൻഡെക്സ്, ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് എടുത്തിട്ടാണ് ഇത് വർക്കൗട്ട് ചെയ്തത്. ക്ലിയർ? അപ്പോൾ ആ ഇൻഡെക്സിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ ആ ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ്, ആ ഇൻഡെക്സിൽ വന്നിരിക്കുന്ന ഡീവിയേഷൻ, വേരിയേഷൻ, ക്ലിയർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നു. ഇങ്ങനെ മാർക്കറ്റ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ റിട്ടേൺ അനുസരിച്ച് മാർക്കറ്റ് ഇൻഡെക്സിൽ വരുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ വേരിയൻസിനോ അനുസരിച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെന്ത് പേര് പറയുന്നത്? സിംഗിൾ ഇൻഡെക്സ് മോഡൽ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന്, തിയററ്റിക്കൽ കോൺസെപ്റ്റ് എന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്ത് വേണ്ട? സോ
as we are adjusting, clear, all macroeconomic factors, clear, with the help of one single index, clear, മാർക്കറ്റിലുള്ള ഡീവിയേഷൻ ആണ് ബാക്കി എല്ലാത്തിനെയും റിഫ്ലക്റ്റ് ചെയ്യുക. ക്ലിയർ, മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് എല്ലാ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്ററാക്റ്റീവ് റിസ്ക് വേറെ കാൽക്കുലേറ്റ് ചെയ്യണോ, വേണ്ട എന്നാണ് ആര് സമർത്ഥിക്കുന്നത്, വില്യം ഷാർപ്പി. അങ്ങനെയാണെങ്കിൽ മാർക്കോവിറ്റ്സ് പറഞ്ഞ പോലെ വേരിയൻസ് കോവേരിയൻസോ വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സോ അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. ക്ലിയർ, കാരണം എന്താ, മാർക്കറ്റ്സ്, ക്ലിയർ, ഓർ മാർക്കറ്റ് ഇൻഡെക്സ് റിഫ്ലക്ട് ഓൾ മൈക്രോ എക്കണോമിക് ഫാക്ടർ. ക്ലിയർ, അതിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിക് ചേഞ്ചിനനുസരിച്ച് ഫേമും ചേഞ്ച് ചെയ്യും, അല്ലേ, ഫേമിൻ്റെ ഡാറ്റയിൽ മാറ്റം വരാം. ക്ലിയർ, അതുകൊണ്ട് എല്ലാ ഇൻ്ററാക്ഷൻസും ഈ മാർക്കറ്റ് അഡ്ജസ്റ്റഡ് ആയിട്ട് വരും. ക്ലിയർ, സോ we can make all interactive risk clear or interactive adjustment with the help of market adjustment. Clear, ഈ മാർക്കറ്റ് റിട്ടേൺ അല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെ ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാം, പോർട്ട്ഫോളിയോ അനാലിസിസ് ചെയ്യാം എന്ന് വില്യം ഷാർപ്പെ സമർത്ഥിക്കേണ്ട. ക്ലിയർ, സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ബിക്കം എ സെപ്പറേറ്റ് മോഡൽ. ക്ലിയർ, ഇത് മാർക്കോവിറ്റ്സിൻ്റെ ലിമിറ്റേഷൻ, മോഡലുള്ള ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. So the simplification of portfolio analysis, clear, is made by the way of index models. Clear, so there are essentially two types of index models. One is single index model and second one is multi index model. Clear, അപ്പോൾ സിംഗിൾ ഇൻഡെക്സ് മോഡലിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. ക്ലിയർ, മൾട്ടി ഇൻഡെക്സിൽ കുറച്ചുകൂടെ ഫാക്ടേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് പിന്നീട് നോക്കാം. ക്ലിയർ, അപ്പോൾ ആദ്യം നമ്മൾ സിംഗിൾ ഇൻഡെക്സ് മോഡൽ. സോ സിംഗിൾ ഇൻഡെക്സ് മോഡലിൽ വരുന്നത് എന്താ, സിംഗിൾ ഇൻഡെക്സ് മോഡൽ ഈസ് സിംപ്ലസ്റ്റ് and the most widely used simplification. So the basic assumption of the single index model is that all stocks are affected by movements in the stock market. Clear, അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊരു assumption എടുക്കുന്നു, we are making a fundamental assumption here that all the stocks, clear, will be get moved in accordance with the movements in the index or market. മാർക്കറ്റുള്ള മൂവ്മെൻറ്റ് അനുസരിച്ച്, അല്ലേ, മാർക്കറ്റ് കൂടുമ്പോൾ സെക്യൂരിറ്റീസിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് മൂവ് ചെയ്യും. ക്ലിയർ, അപ്പോൾ അവിടെ ചേഞ്ചസ് വരാം. അപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് സെക്യൂരിറ്റീസ് മൂവ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ വെൻ ദ മാർക്കറ്റ് മൂവ് അപ്സ്, പ്രൈസസ് ഓഫ് ദി മോസ്റ്റ് ഓഫ് ദി ഷെയർസ് വിൽ ഓൾസോ ടെൻ ടു ഇൻക്രീസ്, ആൻഡ് വെൻ മാർക്കറ്റ് ഫോൾസ്, അല്ലേ, റിവേഴ്സ് ആയിട്ട് അതിൻ്റെ പ്രൈസസ് ഒക്കെ, സെക്യൂരിറ്റീസിൻ്റെ പ്രൈസൊക്കെ മിക്കവാറും എന്ത് ചെയ്യും, കുറയാൻ സാധ്യതയുണ്ട്. സോ security returns might be correlated, and there is a covariance, or that is a co-movement between securities because of the common response to a market changes. അതുകൊണ്ട് ഇങ്ങനെ മാർക്കറ്റിനനുസരിച്ച് മൂവ് ചെയ്യുന്നത് കൊണ്ട്, ക്ലിയർ, സെക്യൂരിറ്റീസ് റിട്ടേൺ ആയിക്കോട്ടെ, സെക്യൂരിറ്റീസിൻ്റെ റിസ്ക് ആയിക്കോട്ടെ, അല്ലേ, അത് ഉൾപ്പെടുന്ന പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് ആയിക്കോട്ടെ, റിട്ടേൺ ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് മാർക്കറ്റ് അഡ്ജസ്റ്റഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺ നമുക്ക് മാർക്കറ്റിൻ്റെ റിട്ടേണുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും, കോ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ക്ലിയർ, നമ്മൾ അതാണ് നേരത്തെ പറഞ്ഞത്, അല്ലേ, മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റീസ് റിട്ടേൺ അതേപോലെ മൂവ് ചെയ്യുന്നു, അല്ലേ, മിക്കവാറും സെക്യൂരിറ്റീസിൻ്റെ. അപ്പോൾ ആ രീതിയിൽ നമുക്കിതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതിനുവേണ്ടി റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫോർമുല കൊണ്ടുവന്നു. ക്ലിയർ, സോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് റിട്ടേൺ ആസ് പെർ സിംഗിൾ ഇൻഡെക്സ് മോഡൽ ഇതാണ് തന്നിരിക്കുന്നത്. ക്ലിയർ, സോ വാട്ട് ഇസ് എ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് റിട്ടേൺ, ദാറ്റ് ഈസ് RI. ക്ലിയർ, R stands for return, I stands for individual security. Clear, that is equal to alpha. എന്താണ് alpha? Clear, so this is alpha value. Clear, alpha എങ്ങനെ എഴുതാ, this is alpha. Clear, so alpha I means individual securities in the alpha plus, clear, beta, അല്ലേ, നേരത്തെ പഠിച്ചിട്ടുണ്ട്, അല്ലേ, beta, clear, into beta I ആണ്, ഏതിൻ്റെയാണ്, ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസും മാർക്കറ്റും തമ്മിലുള്ള കോയിഫിഷ്യൻറ്റിനെ പറയുന്ന പേരാണ് ബീറ്റ. ക്ലിയർ, സോ ബീറ്റ I ഇൻറ്റു റിട്ടേൺ ഓഫ് മാർക്കറ്റ്, ക്ലിയർ, RM പ്ലസ്, ക്ലിയർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ, പ്ലസ് ഒരു എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടുന്ന ഒരു സർപ്രൈസ് എലമെൻറ്റ് പലപ്പോഴും നമുക്ക് റിട്ടേണിൽ കാണാൻ പറ്റും. ഈ എലമെൻറ്റിന് നമ്മൾ പറയുന്ന പേര് എറർ ഫാക്ടർ എന്നാണ് പറയുക. ക്ലിയർ, സോ വി കോൾ ഇറ്റ് ആസ് എറർ. അപ്പോൾ എറർ എന്ന് കാണിക്കാൻ വേണ്ടി അതിനെന്ത് പറയുന്നു, എന്ന് കൊടുക്കും. ക്ലിയർ, ഈ എറർ എന്ന് പറയുന്നത് എക്സ്ട്രാ റിട്ടേൺ ആണ്. ക്ലിയർ, റെസിഡ്യൂവൽ ആയിട്ട് വരുന്ന മറ്റുള്ള റിട്ടേൺ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും വരാവുന്ന മറ്റുള്ള ഏതോ ഫാക്ടറിൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. ഫേമിൻ്റെ സ്പെസിഫിക് ആയിട്ട് കിട്ടുന്ന റിട്ടേൺ ആണ്. ക്ലിയർ,
അത് ഒരു ഫേമിൽ നിന്നും മറ്റൊരു ഫേമിൽ വ്യത്യാസമുണ്ട്. ക്ലിയർ? അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടെന്ന് ഷാർപ്പെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്ലിയർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ചേർക്കുന്നു. അപ്പോൾ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ ക്ലിയർ സർപ്രൈസ് റിട്ടേൺ എലമെൻറ്റ്. ക്ലിയർ? അപ്പോൾ എന്താ സർപ്രൈസ് റിട്ടേൺ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് റിട്ടേൺ എലമെൻറ്റ്. ക്ലിയർ? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത വരുന്ന എക്സ്ട്രാ കിട്ടുന്ന, മേ ബി പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ വരുന്ന എലമെൻറ്റ്. ക്ലിയർ? അപ്പോൾ രണ്ട് ഘടകങ്ങളാണ് ഇതിലുള്ളത് അല്ലേ. ഒന്ന് ഇതാ ഇത്രയും ആൽഫ പ്ലസ് അല്ലേ ബീറ്റ ഇൻറ്റു ആർ എന്ന് പറഞ്ഞു. ഇത്രയും കാര്യം നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെക്റ്റ് ചെയ്യും. ക്ലിയർ? ഈ പോർഷൻ എന്താണ്, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാത്തതാണ്. ക്ലിയർ? ഇത്രയും പോർഷൻ, ഈ പോർഷൻ്റെ പ്രത്യേകത എന്താ, എക്സ്പെക്റ്റഡ് പോർഷൻ്റെ പ്രത്യേകത എന്താ, അതും നമുക്ക് മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്ത് അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഇത്രയെങ്കിലും കിട്ടുന്നുള്ളത്. ക്ലിയർ? ദെൻ ഈ എന്നോ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന എക്സ്ട്രാ ആയിട്ട് വരുന്ന ഐറ്റമാണ്. ക്ലിയർ? ഇതെന്താണ്, ഇത് ഫേം സ്പെസിഫിക് ആണ്. ഈ എറർ എന്ന് പറയുന്നത് ക്ലിയർ, എസ്റ്റിമേഷൻ എറർ എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് ക്ലിയർ, അത് ഫേം സ്പെസിഫിക് ആണ്. എ എന്ന് പറഞ്ഞ കമ്പനിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു വാല്യൂ ആയിരിക്കും, ബി എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് എടുത്തു കഴിഞ്ഞാൽ വേറൊരു വാല്യൂ ആയിരിക്കും, ഒക്കെ ആയിരിക്കും. ക്ലിയർ? പക്ഷേ ഇവിടെ RM എന്ന് പറയുന്ന ഈ പോർഷനൊക്കെ എന്താ, ഇത് അത് മാർക്കറ്റിന് പൊതുവായിട്ട് വരുന്ന ഒരു ഘടകമായിരിക്കും. ക്ലിയർ? ബീറ്റ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിന് ചെറിയ വ്യത്യാസം വരാം. ക്ലിയർ? ആൽഫ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, റെസിഡുവൽ വാല്യൂ അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് വാല്യൂ എന്നാണ് പറയുക. നമ്മളൊരു ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനൊക്കെ നമ്മൾ നേരത്തെ വരയ്ക്കേണ്ടായി. ക്ലിയർ? അപ്പോൾ ഇവിടെ റിസ്ക് ഫ്രീ റിട്ടേൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ, ഇത്രയും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബീറ്റയുടെ ലൈൻ വരുന്നത് അല്ലേ, റിസ്ക് റിട്ടേൺ ലൈൻ വരുന്നു. ക്ലിയർ? അപ്പോൾ ഇത്രയും പോർഷന് നമ്മൾ പറയുന്ന പേരാണെന്ത്, ആൽഫ. ക്ലിയർ? ഇതിനെ പറയുന്ന പേരാണ് ഇന്റർസെപ്റ്റ്. ക്ലിയർ? അപ്പോൾ അതെന്താണ്, സീറോ റിസ്ക്, മാർക്കറ്റ് റിസ്ക് ഇല്ലാതെ തന്നെ കിട്ടുന്ന റിട്ടേൺ ആണ്. സോ ദിസ് പോർഷൻ ഈസ് ദ റിട്ടേൺ ക്ലിയർ ദാറ്റ് വി ക്യാൻ ഒബ്റ്റെയിൻ വിത്തൗട്ട് എനി മാർക്കറ്റ് റിട്ടേൺ. ക്ലിയർ? വിത്തൗട്ട് എനി മാർക്കറ്റ് റിസ്ക്, മാർക്കറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാതെ, മാർക്കറ്റിൻ്റെ ഇൻ്ററാക്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ. ക്ലിയർ? സോ ദാറ്റ് ഈസ് കോൾഡ് ആൽഫ ഫാക്ടർ. ക്ലിയർ? ഇന്റർസെപ്റ്റ് വാല്യൂ. പിന്നെയോ ബീറ്റ എന്താണ്, ഇതിൻ്റെ സ്ലോപ്പാണ് അല്ലേ, നമ്മളെ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈൻ്റെ സ്ലോപ്പിന് പറയുന്ന പേരാണെന്ത്, ബീറ്റ. സോ ദിസ് സ്ലോപ്പ് ഈസ് കോൾഡ് ബീറ്റ. ക്ലിയർ? അപ്പോൾ ഈ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോയിഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഈ കോയിഫിഷ്യൻ്റെ വാല്യൂ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതെങ്ങനെയാണ് ബീറ്റ മെഷർ ചെയ്യുക എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ അല്ലേ, കോറിലേഷൻ മെത്തേഡിലോ റിഗ്രഷൻ മെത്തേഡിലൊക്കെ നമുക്ക് ബീറ്റ മെഷർ ചെയ്യാൻ പറ്റും. ക്ലിയർ? ദെൻ RM. ക്ലിയർ? അതെന്താണ്, ഇൻഡെക്സ് മോഡൽ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് ഇൻഡെക്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? ഓപ്പണിംഗ് മാർക്കറ്റ് ഇൻഡെക്സ് ഒരു പീരീഡിൽ നിന്ന് മറ്റൊരു പീരീഡിലേക്ക് എത്രയായിട്ട് മാറി അല്ലേ, അതിൻ്റെ ഡിഫറൻസ് എന്താണ്, ആ ഡിഫറൻസിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ റിട്ടേൺ കിട്ടും. ക്ലിയർ? സോ ദിസ് റിട്ടേൺ ഈസ് കോൾഡ് മാർക്കറ്റ് റിട്ടേൺ. അപ്പോൾ ഈ രീതിയിൽ SML എന്നാണ് പറയുക അല്ലേ, ഇതിനെ നമ്മൾ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈൻ. ക്ലിയർ? ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈനിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. ക്ലിയർ? ഇതിൽ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ വരുന്നുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഈ ഫാക്ടർ എന്ന് പറഞ്ഞു. ക്ലിയർ? അപ്പോൾ നേരത്തെ നമ്മൾ CIP നോക്കുന്ന സമയത്തോടെ റിസ്ക് പ്രീമിയം ഒക്കെ വരുന്നുണ്ട്, അത് ഇവിടെ വരുന്നില്ല. പക്ഷേ അതുപോലെ എറർ ഫാക്ടർ നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ഇവിടെ നമ്മൾ എന്തുകൂടെ ചേർക്കുന്നു, ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന റെസിഡ്യുവൽ ഫാക്ടറിനെ കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി, സ്റ്റാൻഡേർഡ് എറർ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്ലിയർ ഈ കൂടെ ചേർക്കുന്നു. ക്ലിയർ? സോ ദിസ് ഈസ് എ ഫോർമുല. ക്ലിയർ? അപ്പോൾ വില്യം ഷാർപ്പയുടെ റിട്ടേൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ, ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു RM. ക്ലിയർ? പ്ലസ് EI. Okay. So the component of securities return is return that is independent of the market return. Clear? Market return ne പെർഫോമൻസിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന റിട്ടേൺ അല്ലേ, ഇത് എക്സ്പെക്റ്റഡ് ആണ് പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇന്റർസെപ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ? അത് ഫിക്സഡ് വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നു, ആൽഫ വാല്യൂ. ആൽഫ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, നമ്മൾ ബീറ്റ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ അടുത്തെന്താണ്, റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദി മാർക്കറ്റ് ഇൻഡെക്സ് ആണ് RM എന്ന് പറയുക. ബീറ്റ എന്ന് പറയുന്നത് എന്താ, that is a constant that measures the expected change in RI for a given change in RM. Clear? മാർക്കറ്റ് റിട്ടേൺ മാറുന്നതിനനുസരിച്ച് സെക്യൂരിറ്റീസ് റിട്ടേൺ ഏത് രീതിയിൽ മാറും എന്നതിനെ കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ, ഒരു കോഎഫിഷ്യൻ്റ് ആണ്. ക്ലിയർ? എന്ത് പറയുന്നത്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് ബീറ്റ എന്ന് പറയുന്നത് അല്ലേ. ബീറ്റ നമ്മൾ എന്തുകൂടെ പറയും, സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയും. എന്ത് പറയും, സിസ്റ്റമാറ്റിക് റിസ്ക്. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യുന്നത് ഇതെന്താണ്, അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ക്ലിയർ? സോ this portion is unsystematic, this portion is systematic. Clear? അപ്പോൾ ഇത് രണ്ടിനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നു. ക്ലിയർ? സോ ബീറ്റ. ദെൻ എന്ന് പറയുന്നത് എന്താണ്, എറർ ടേം ആണ്, ദാറ്റ് ഇസ് സ്റ്റാൻഡേർഡ് എറർ ആണ് അല്ലെങ്കിൽ എറർ ടേം. ക്ലിയർ?
representing the random or residual return. Clear? Residual ആയിട്ട് കിട്ടുന്ന, ക്ലിയർ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും റെസിഡ്യൂവൽ ആയിട്ട് കിട്ടുന്ന, ക്ലിയർ, റാൻഡം ആയിട്ട് വരുന്ന, ക്ലിയർ, ഒരു എററായിട്ട് നമുക്ക് വരാവുന്ന, ക്ലിയർ, എസ്റ്റിമേഷൻ എററായിട്ട് വരാവുന്ന, എക്സ്പെക്ടേഷൻ എററായിട്ട് വരാവുന്ന ഒരു ഫാക്ടർ. അത് ഓരോ ഫേമിനും വേറെ വേറെ ആയിരിക്കും, അതുകൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഷാർപ്പി പറയുന്നു. ക്ലിയർ? ഇത് സെക്യൂരിറ്റീസ് റിട്ടേൺ ആണ്. ഇതിനെ തന്നെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, പോർട്ട്ഫോളിയോ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല കിട്ടും. ക്ലിയർ? ഇതിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് പോർട്ട്ഫോളിയോ അനാലിസിസിൻ്റെ ഫോർമുല ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അത് നമുക്ക് താഴെ വരുന്നുണ്ട്, ആ സമയത്ത് നോക്കാം. So, measurement of securities return under single index model. Clear? So, securities return നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? Clear? So, the expected return of individual securities can be calculated as, ഈ രീതിയിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ക്ലിയർ? കാരണം എന്താ, ഈ ഐ എന്ന് പറയുന്നതിൻ്റെ മീൻ റിട്ടേൺ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, 0 ആയിട്ട് എടുക്കുന്നു. വി അസ്യൂം ഇറ്റ് ആസ് 0. വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യാം. അതർവൈസ് വി വിൽ ടേക്ക് ഇറ്റ് ആസ് മീൻ ആസ് 0. ക്ലിയർ? അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കിയിട്ട് എടുക്കാം. ക്ലിയർ? അപ്പം അങ്ങനെ അത് ഒഴിവാക്കണം, എറർ ഫാക്ടർ ഒഴിവാക്കുകയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട്, ക്ലിയർ, അതിൻ്റെ മീൻ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, 0 ആയിട്ട് അസ്യൂം ചെയ്യുന്നത് കൊണ്ട്, ക്ലിയർ, RI, return of portfolio, that is return of the individual security equal to alpha plus beta into RM. Clear? RM bar ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ആവറേജ്. ക്ലിയർ? കുറേ ഒബ്സർവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, RMൻ്റെ കുറേ ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അരിതമാറ്റിക് മീൻ എടുക്കുക. ക്ലിയർ? ആവറേജ് എടുക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് മീൻ റിട്ടേൺ ഓഫ് മാർക്കറ്റ്. ഓക്കെ, സോ ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ നമുക്കത് ചെയ്യുന്നതാണ്. സോ എസ്റ്റിമേറ്റഡ് വാല്യൂ of beta of a security is 2 and alpha is 3 and market return is 15%. Calculate the expected return of security under single index model. Clear? ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ നോക്കൂ അല്ലേ, എന്തൊക്കെയാണ് വാല്യൂ തന്നിരിക്കുന്നത്. സോ വാല്യൂസ് ഗിവൻസ് ആർ ബീറ്റ, സോ ബീറ്റ ഈസ് ഗിവൻ ആസ് 2. ക്ലിയർ? ആൽഫ ഈസ് ഗിവൻ ആസ് 3. ക്ലിയർ? ദെൻ RM, ക്ലിയർ, is given as 15%. Clear? Or 0.5. Clear? That ഇനി ഇതിനെ സോൾവ് ചെയ്ത് വരുമ്പോൾ എന്താണ്, 3 പ്ലസ് ആൽഫ പ്ലസ്, അല്ലേ, നമ്മുടെ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൽഫ പ്ലസ് 2 ഇൻറ്റു 15, ദാറ്റ് ഈസ് ഈക്വൽ ടു 33%. ക്ലിയർ? 2 ഇൻറ്റു 15 വരുമ്പോൾ 30 വരും, 3 ഓൾറെഡി ഉണ്ട്. ക്ലിയർ? സോ ദെർഫോർ 33 പ്ലസ് 30, ദാറ്റ് ഈസ് 33%. Clear? So this is the expected return of individual securities under single index model. Clear? The measurement of risk under single index model. Standard deviation അല്ലെങ്കിൽ വേരിയൻസ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ? ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ വേരിയൻസ് എങ്ങനെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഫോർമുല നോക്കുക. സിംഗിൾ ഇൻഡെക്സ് മോഡൽ അനുസരിച്ച് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? സോ വേരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്, ക്ലിയർ, സിഗ്മ ഐ സ്ക്വയർ മീൻസ് വേരിയൻസ് ആണ് അല്ലേ, ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ വേരിയൻസ്. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ക്ലിയർ, ബീറ്റ ഐ, ക്ലിയർ, ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ ബീറ്റയുടെ സ്ക്വയർ, ക്ലിയർ, ഇൻറ്റു സിഗ്മ എം സ്ക്വയർ മീൻസ് മാർക്കറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ പ്ലസ്, ക്ലിയർ, സിഗ്മ ഇ ഐ, അല്ലേ, എന്താ ഇ ഐ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട് അല്ലേ, എക്സ്പെക്റ്റഡ് എറർ അല്ലെങ്കിൽ എറർ ഫാക്ടറിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ. ക്ലിയർ? ഇപ്പോൾ എററിൻ്റെ എറർ ഫാക്ടറിൻ്റെ വേരിയൻസ്. സോ ദിസ് ഈസ് വേരിയൻസ് ഓഫ്, ക്ലിയർ, അൺഎക്സ്പെക്റ്റഡ് ഓർ റെസിഡ്യുവൽ വാല്യൂ. ക്ലിയർ? ദിസ് ഈസ് ദി വേരിയൻസ് ഓഫ് മാർക്കറ്റ് ആൻഡ് ദിസ് ഈസ് ദി, ക്ലിയർ, ബീറ്റ സ്ക്വയർ. ക്ലിയർ? ഈ രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വേരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? സോ അതിന് നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? സിഗ്മ ഐ സ്ക്വയർ ഈസ് വേരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി. Yeah, sigma m square equal to variance of market index return. Then sigma ei square is variance of residual return of individual security, and bi is the beta coefficient of individual security. Clear? Okay, illustration നോക്കാം. Illustration number 21. So the estimated value of beta square of a security is 2 and the variance of market index return is 120. Clear? That variance of residual return of individual security is 400. Clear? ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എടുത്ത് നമ്മൾ നോക്കിയാൽ എഴുതുക. ക്ലിയർ? കാൽക്കുലേറ്റ് വേരിയൻസ് അണ്ടർ സിംഗിൾ ഇൻഡെക്സ് മോഡൽ.
വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ? സോ തന്നിരിക്കുന്ന നോക്കൂ, ബീറ്റ സ്ക്വയർ, ബീറ്റ അല്ല തന്നിരിക്കുന്നത് എന്താണ്, ബീറ്റ സ്ക്വയർ. ക്ലിയർ? ബി ഐ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. ക്ലിയർ? സോ ഇറ്റ് ഈസ് 2. എത്ര തന്നിരിക്കുന്നത്? സോ ഇറ്റ് ഈസ് ഗിവൻ ആസ് 2. സോ ബി ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. ക്ലിയർ? വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് അടുത്തത്? വേരിയൻസ് ഓഫ് ദി മാർക്കറ്റ്, അല്ലേ? മാർക്കറ്റിൻ്റെ വേരിയൻസ് തന്നിട്ടുണ്ട്. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 120. ക്ലിയർ? ദെൻ എസ്റ്റിമേറ്റഡ് എറർ, അല്ലേ? എറർ ഫാക്ടറിൻ്റെ വേരിയൻസ് തന്നിട്ടുണ്ട്. ക്ലിയർ? സോ വേരിയൻസ് ഓഫ് ദി ഇ ഐ. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഗിവൻ ആസ് 400. ഓക്കെ, ജസ്റ്റ് ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ക്ലിയർ? അപ്പോൾ വരുന്ന സമയത്ത് നമ്മുടെ ഫോമുല എന്താ? സോ വേരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ഈക്വൽ ടു, ക്ലിയർ, ബി ഐ സ്ക്വയർ, ദാറ്റ് ഈസ് ബീറ്റ ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി സ്ക്വയർ ഇൻറ്റു സിഗ്മ എം സ്ക്വയർ പ്ലസ് സിഗ്മ ഇ ഐ സ്ക്വയർ. ക്ലിയർ? അപ്പോൾ അതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 120 പ്ലസ് 400. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, റെഡ്യൂസ് ചെയ്യുമ്പോൾ 240 പ്ലസ് 400, ദാറ്റ് ഈസ് ഈക്വൽ ടു 640. സോ ദിസ് ഈസ് വേരിയൻസ്. ക്ലിയർ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്താൽ എന്ത് ചെയ്താൽ മതി? തന്നെ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ക്ലിയർ? ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി. ക്ലിയർ? ഐ ഈക്വൽ ടു റൂട്ട് ഓഫ് 640. ക്ലിയർ? അപ്പോൾ അതിൻ്റെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. സോ ദിസ് ഈസ് വേരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട സ്ക്വയർ റൂട്ട് എടുക്കുക. ക്ലിയർ? ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. So what is the square root of 640? That is variance. So it comes to 25.29. Clear? So this is standard deviation. Clear? So standard deviation equal to 25.3. Okay. So this is how variance or standard deviation of individual security is calculated under single index model. Okay.